ഹരി ഓം. സപ്തശ്ലോകി ദുർഗയെക്കുറിച്ച് പറയണമെന്ന് ഈ അടുത്തൊരു കമൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പരാശക്തിയെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും, അത് ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥമാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ വരുന്ന 700 ശ്ലോകങ്ങളെയാണ് ദേവി മാഹാത്മ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. 700 ശ്ലോകങ്ങൾ ഉള്ളതുകൊണ്ട് ദുർഗാ സപ്തശതി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. സപ്തശതി എന്നാൽ 700. ആദിപരാശക്തിയുടെ പേരാണ് ദുർഗ, അതുകൊണ്ട് ദുർഗാ സപ്തശതി എന്ന് പറയുന്നു. അടുത്തു ചെല്ലാൻ പ്രയാസമുള്ളവളാണ് ദുർഗ. അടുത്തു ചെല്ലാൻ പ്രയാസമുള്ളവൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ളവളാണ്, അതുകൊണ്ട് എതിർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന സാമാന്യാർത്ഥവും വന്നു. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ അതിസൂക്ഷ്മ തത്വമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റില്ല, മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല, ബുദ്ധി കൊണ്ടും അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അപ്രാപ്യമായി നിൽക്കുന്നവളായതുകൊണ്ട് ദുർഗ, ആ പരാശക്തിയെ സ്തുതിക്കുന്ന, ആ പരാശക്തിയുടെ കഥ പറയുന്ന 700 ശ്ലോകങ്ങളായതുകൊണ്ട് ദുർഗാ സപ്തശതി എന്ന പേര്. അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഈ 700 ശ്ലോകങ്ങളെയും ഒരു വ്യക്തി ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പായും അയാൾക്ക് ലഭിക്കും. അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ പ്രകാരത്തിലുള്ള സംരക്ഷണവും ആ പരാശക്തി അയാൾക്ക് നൽകും. അത്രയും ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് ദേവി മഹാത്മ്യം. എന്നാൽ ഇത് കലിയുഗമാണ്. പൊതുവെ ആൾക്കാർക്ക് സമയക്കുറവുണ്ട്, ശ്രദ്ധക്കുറവുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത ഈ 700 ശ്ലോകങ്ങളും ചൊല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മഹാദേവൻ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് മറുപടിയായി സാക്ഷാത് പാർവതി ഭഗവതി ദേവി മാഹാത്മ്യം എന്ന കൃതിയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള 7 ശ്ലോകങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സപ്തശ്ലോകി ദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ദേവി മാഹാത്മ്യം എന്ന കൃതിയുടെ സാരമാണ് ഈ 7 ശ്ലോകങ്ങളിലും ഉള്ളത്. ഇത് വാസ്തവത്തിൽ 7 മന്ത്രങ്ങൾ തന്നെയാണ്, വളരെ ശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം ഇതിലൂടെ ഉറപ്പായും ലഭിക്കും. കാരണം സാക്ഷാത് ഭഗവതി തന്നെ നേരിട്ട് നൽകുന്ന മന്ത്രമാണിത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി ചെറുതായി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ സപ്തശ്ലോകി ദുർഗാ. സപ്തശ്ലോകി ദുർഗ, ദുർഗാ ഭഗവതിയെ സ്തുതിക്കുന്ന 7 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതി. ശിവ ഉവാച ദേവീ ത്വം ഭക്തസുലഭേ സർവകാര്യവിധായിനി കലൗഹി കാര്യസിദ്ധ്യർത്ഥം ഉപായം ബ്രൂഹി യത്നതഃ. ശിവ ഉവാച, ശിവൻ പറഞ്ഞു. മഹാദേവൻ ദേവിയോട് ചോദിക്കുകയാണ്. ദേവി, അമ്മയെ വിളിക്കുകയാണ്. പ്രകാശസ്വരൂപിണി ത്വം, അവിടുന്ന്, ഭക്ത സുലഭേ, ഭക്തന്മാർക്ക് സുലഭയാണ്. മഹാദേവനും മഹാദേവിയും തമ്മിലുള്ള സംവാദം വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയുള്ളതാണ്. കാരണം എല്ലാം അറിയുന്നവനാണ് മഹാദേവൻ, എല്ലാം അറിയുന്നവളാണ് മഹാദേവി. അവർക്ക് അറിവിൻ്റെ ആവശ്യമില്ല, അവർ നിറവാണ്. മാത്രവുമല്ല, ശിവൻ അറിയാത്തതൊന്നും ശക്തിക്കും അറിയില്ല, ശക്തിക്കറിയാത്തതൊന്നും ശിവനും അറിയില്ല. രണ്ടുപേരും തുല്യരാണ്, ഒന്നു തന്നെയാണ്. അതായത് ശിവൻ എന്തെല്ലാം അറിയുമോ അത് തന്നെ ശക്തിയും അറിയുന്നു, ശക്തി എന്തെല്ലാം അറിയുന്നുവോ അത് തന്നെ ശിവനും അറിയുന്നു. അപ്പോൾ ആ അഭേദം മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അവർ തമ്മിൽ ഒരു സംവാദത്തിൻ്റെ പോലും ആവശ്യമില്ല. കാരണം അവരൊന്നു തന്നെയാണ്. എന്നിരുന്നാലും അവർ സംവാദങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കു വേണ്ടിയാണ്? നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി. അപ്പം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നടത്തുന്ന സംവാദങ്ങളായതുകൊണ്ട് അതിൽ പലപ്പോഴും നമുക്കുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി വിശകലനം ചെയ്യണം. അപ്പൊ അമ്മയെ ദേവി എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് ഭക്തസുലഭേ. ആദ്യം അമ്മയുടെ സ്വരൂപം വർണ്ണിച്ചു, അതാണ് ദേവി എന്ന പദം കൊണ്ട്. അമ്മ പ്രകാശസ്വരൂപിണിയാണ്. നമ്മുടെ അകത്ത് ബോധമായി ശോഭിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പൊ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് അമ്മയെ അന്വേഷിക്കേണ്ട, ഇരിക്കുന്ന ഇടത്ത് തന്നെ അകത്തേക്ക് നോക്കിയാൽ മതി. അന്തർമുഖ സമാരാധ്യ എന്ന് ദേവിക്കൊരു നാമമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അപ്പൊ അകത്തേക്ക് നോക്കിയാൽ ലഭിക്കും. കാരണം പ്രകാശസ്വരൂപിണിയാണ്, മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യവുമില്ല. അമ്മ സ്വയം പ്രകാശിക്കുന്നവളാണ്. അപ്പൊ ദേവി എന്ന പദം കൊണ്ട് അത് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭക്തസുലഭേ എന്നാണ് വിളിക്കുന്നത്.
അപ്പൊ അമ്മ പ്രകാശസ്വരൂപിണിയാണെന്ന് മനസ്സിലായി. ആ അമ്മയെ എങ്ങനെ നേടണം എന്ന് ചോദിച്ചാൽ ഭക്തിയെ സമ്പാദിക്കണം എന്ന ഉപദേശം ഇവിടെ നിന്നും ലഭിക്കുന്നു. ഭക്തിയുണ്ടെങ്കിൽ അമ്മ എളുപ്പം ലഭിക്കും. അപ്പോൾ നമ്മൾ ഭക്തിയെ വർദ്ധിപ്പിക്കണം. ഭക്തിയെ വർദ്ധിപ്പിക്കണമെങ്കിൽ അമ്മയുടെ മഹിമ അറിയണം. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മഹിമ അടുത്ത പദത്തിൽ വർണ്ണിക്കുന്നു. സർവകാര്യ വിധായിനി, എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നവൾ. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തിയുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയാണ് നടത്തുന്നത്. അതുകൊണ്ട് സർവകാര്യ വിധായിനിയാണ്. അപ്പൊ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അമ്മയുടെ മഹിമയിൽ നിന്നും നമുക്ക് ഭക്തിയെ നേടിയെടുക്കാൻ സാധിക്കും. ആ മഹിമയെ അറിയുമ്പോൾ സ്വാഭാവികമായും ഭക്തി ഉദിക്കും. അപ്പൊ അമ്മ എവിടെയാണെന്ന് ആദ്യം പറഞ്ഞു, അകത്താണ്, ദേവീഭാവത്തിലാണ്, പ്രകാശസ്വരൂപിണിയാണ്. ഭക്തിയുണ്ടെങ്കിൽ അമ്മയെ നേടാം എന്ന് പറഞ്ഞു. ആ ഭക്തി നേടാനായിട്ട് അമ്മയുടെ മഹിമയും വർണ്ണിച്ചു. സർവകാര്യ വിധായിനിയാണ്. നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയാണ് ഉപാസന നടത്തുന്നത്. ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മൾ അമ്മയെ ശരണം പ്രാപിച്ചാൽ മതി എന്നിവിടെ ഭഗവാൻ ഉറപ്പു തരുന്നു. അപ്പോൾ ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യ വിധായിനി കലൗഹി, ഈ കലിയുഗത്തിൽ കാര്യസിദ്ധ്യർത്ഥം, കാര്യത്തെ നേടിയെടുക്കാനായി ഉപായത്തെ ബ്രൂഹി യത്നതഃ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാലും ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപായത്തെ അവിടുന്ന് പറഞ്ഞു തന്നാലും എന്ന് മഹാദേവൻ ദേവിയോട് ചോദിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത്. ശിവ ഉവാച ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യ വിധായിനി കലൗഹി കാര്യസിദ്ധ്യർത്ഥം ഉപായം ബ്രൂഹി യത്നതഃ. മഹാദേവൻ ചോദിച്ചപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ട് അമ്മ മറുപടി പറയുകയാണ്. ഈ മറുപടിയും വാസ്തവത്തിൽ നമുക്കുള്ളതാണ്. ദേവി ഉവാച, ദേവി ഉവാച ശൃണുദേവ പ്രവക്ഷ്യാമി കലൗ സർവേഷ്ട സാധനം മയാ തവൈവ സ്നേഹേന അപ്യംബാസ്തുതി പ്രകാശ്യതേ. ശൃണു ദേവ, അല്ലയോ മഹാദേവ, അവിടുന്ന് കേട്ടാലും. മഹാദേവൻ ഭഗവതിയെ വിളിച്ചത് ദേവി എന്നാണ്, ഭഗവതി മഹാദേവനെ വിളിക്കുന്നത് ദേവൻ എന്നാണ്. കാരണം രണ്ടുപേരും പ്രകാശസ്വരൂപങ്ങളാണ്, ഒന്ന് തന്നെയാണ്. നമ്മുടെ അകത്താണ് രണ്ടുപേരും ഒന്നായി തന്നെ ശോഭിക്കുന്നത്. ശിവനും ശക്തിയും ഒന്നെന്നുള്ള രഹസ്യം ഈ വിളിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചു. ശൃണു ദേവ, അല്ലയോ മഹാദേവ, കേട്ടാലും. പ്രവക്ഷ്യാമി, ഞാൻ പറയാം. കലൗ സർവേഷ്ട സാധനം, കലൗ കലിയുഗത്തിൽ, സർവേഷ്ട സാധനം എല്ലാ ഇഷ്ടങ്ങളെയും നേടിയെടുക്കാനുള്ള ഉപായത്തെ ഞാൻ പറഞ്ഞു തരാം. മഹാദേവനോടാണ് പറയുന്നതെങ്കിലും നമ്മളോടാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ആഗ്രഹങ്ങളെയും നേടിയെടുക്കാനുള്ള വഴിയാണ്, അതും ഈ കലിയുഗത്തിൽ തന്നെ. കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങളുള്ള കാലമാണ് കലിയുഗം. അപ്പൊ മറ്റു യുഗങ്ങളിൽ നിന്നും ഇവിടെ ക്ലേശം കൂടുതലാണ്. അപ്പൊ ഈ കലിയുഗത്തിൽ പെട്ടുപോയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു വഴിയുണ്ടെന്ന് ഉറപ്പ് അമ്മ ഇവിടെ തരുന്നു. അത് പറയാൻ പോവുകയാണ്. മയാ തവ ഏവ സ്നേഹേന അപി അംബാസ്തുതി പ്രകാശ്യത്തെ. അംബാസ്തുതി എന്നും ഈ കൃതിക്ക് പേരുണ്ട്. അമ്മയെ സ്തുതിക്കുന്ന കൃതിയാണ്. അപ്പൊ അംബാസ്തുതി പ്രകാശ്യത്തെ, ഇവിടെ പ്രകാശിക്കുന്നു. അതായത് ആ 7 ശ്ലോകങ്ങളും ഇവിടെ പറയാൻ പോവുകയാണ്. ആരാലാണ് പറയാൻ പോകുന്നത്? മയാ, എന്നാൽ പ്രകാശ്യത്തെ, തവ സ്നേഹേന അപി, അങ്ങയുടെ സ്നേഹത്താലും ഇത് പ്രകാശിക്കപ്പെടുന്നു. ഞാൻ ഇത് പറയാൻ പോവുകയാണ്, അപ്പൊ എന്നാൽ പ്രകാശിക്കപ്പെട്ടതാണ് എന്ന് പറയാം. എന്നാൽ ഇത് പറയാനുള്ള കാരണം എന്താ? അങ്ങ് ഇത് ചോദിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങേ വളരെ സ്നേഹത്തോടുകൂടി എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത് പറയാൻ പോകുന്നു. അപ്പൊ അങ്ങയുടെ സ്നേഹം കൊണ്ടുകൂടിയാണ് ഇത് പ്രകാശിക്കപ്പെടുന്നത്. മാത്രവുമല്ല, അങ്ങ് മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ടാണ് ഇത് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടും അങ്ങയുടെ സ്നേഹത്താലാണ് ഇത് പ്രകാശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്നാലും അങ്ങയാലും ഒരുപോലെ ഇത് ഇവിടെ അഭിവ്യക്തമാക്കപ്പെടുകയാണ്. നമ്മൾ ഒന്ന് തന്നെയാണ്. ലോകമംഗളാർത്ഥം 2 ഭാവം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സംവദിക്കുകയാണ്. ഇതാണ് 2ാമത്തെ ശ്ലോകത്തിൽ അമ്മ പറയുന്നത്. ദേവ്യുവാച ശൃണുദേവ പ്രവക്ഷ്യാമി കലൗ സർവേഷ്ട സാധനം മയാ തവൈവ സ്നേഹേനാപ്യംബാസ്തുതി പ്രകാശ്യത്തെ. ഇനി 7 മന്ത്രങ്ങളെ നമുക്കമ്മ പ്രദാനം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ മന്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. അപ്പൊ അതിനായിട്ട് അമ്മ പറയുന്നു, ഓം
അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ നാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. എന്താണ് ഈ കൃതി എന്നൊരു ധാരണ നമുക്ക് നൽകുകയാണ് ഇവിടെ. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ, ഈ ദുർഗാ സപ്തശ്ലോകി എന്ന സ്തോത്ര രൂപത്തിലുള്ള മന്ത്രത്തിന്റെ ഋഷി നാരായണനാകുന്നു. ഈ മന്ത്രത്തെ ആദ്യം ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതിന്റെ ഋഷി, അത് നാരായണനാകുന്നു. അപ്പൊ ഇത് മന്ത്രസ്വരൂപമാണെന്ന് ഇവിടെ പറഞ്ഞു. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. അപ്പൊ ഇത് മനനം ചെയ്താൽ രക്ഷ ഉറപ്പാണ്. നാരായണനാണ് ഈ കൃതിയുടെ ഋഷി. അനുഷ്ഠു ഛന്ദഃ, ഇത് പ്രത്യക്ഷപ്പെട്ടത് അമ്മയിൽ നിന്നാണ്. ആ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം ദർശിച്ചത് നാരായണനാണ്, അതുകൊണ്ട് നാരായണൻ ഋഷി. അനുഷ്ടുപ് ഛന്ദഃ, ഇതിന്റെ ഛന്ദസ്, ഇതിന്റെ മീറ്റർ അനുഷ്ടുപ്പാണ്. ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത, ഇതിന്റെ ദേവത മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ആകുന്നു. ഈ മൂന്ന് പേരും ഇവിടെ എടുത്തു പറയാനുള്ള കാരണം ഇതിന്റെ ദേവത വാസ്തവത്തിൽ പരാശക്തിയായ ദുർഗ തന്നെയാണ്. ആത്മസ്വരൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കുന്നവൾ, ആ പരാശക്തിയാണ് ഇതിന്റെ ദേവത. ആ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണ് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. സംഹാരരൂപിണിയും സംരക്ഷകയുമാണ് മഹാകാളി, ഐശ്വര്യദായിനിയാണ് മഹാലക്ഷ്മി, അറിവിന്റെ ഉറവിടമാണ് മഹാസരസ്വതി. ഇങ്ങനെ മൂന്ന് ഭാവങ്ങളിലും ശോഭിക്കുന്നവളാണ്. അങ്ങനെയുള്ള ആ ദുർഗയാണ് ഇതിന്റെ ദേവത. എന്നാൽ മൂന്ന് ഭാവത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ, ഇത് എന്തിനു വേണ്ടിയാണ് പാരായണം ചെയ്യേണ്ടത്? ദുർഗാ പാഠേ വിനിയോഗ, ഇത് എന്തിനു വേണ്ടിയാണ് പാരായണം ചെയ്യേണ്ടത്? ശ്രീ ദുർഗാ പ്രീത്യർത്ഥം, ശ്രീ ദുർഗാ ഭഗവതിയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ സപ്തശ്ലോകി ദുർഗാ പാഠേ, സപ്തശ്ലോകിയായ ഈ ദുർഗയെ പഠിക്കേണ്ടത്, ഇത് ജപിക്കേണ്ടത് ദുർഗാദേവിയുടെ പ്രീതി സമ്പാദിക്കാനാണ്. അതായത് ഇത് ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ ആ പരാശക്തിയുടെ പ്രീതി ഉറപ്പായും നമുക്ക് ലഭിക്കും. ആ പരാശക്തിയുടെ പ്രീതി ലഭിച്ചാൽ എല്ലാ സംരക്ഷണവും ഉറപ്പായും ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ നാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. ഇവിടുന്ന് അങ്ങോട്ടാണ് സപ്തശ്ലോകി ആരംഭിക്കാൻ പോകുന്നത്. ദേവി മഹാത്മ്യത്തിൽ നിന്നും അമ്മ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 7 മന്ത്രങ്ങളാണ്. അപ്പൊ അതിലെ ആദ്യത്തെ മന്ത്രം ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഓം ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളുടെ ചേതസ്സിനെ പോലും, ചേതസ് എന്നാൽ മനസ്സ്. അപ്പൊ ജ്ഞാനികളുടെ, അതായത് തത്വത്തെ ബുദ്ധിപരമായി ഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശാസ്ത്രമൊക്കെ പഠിച്ച് സാധനയൊക്കെ ചെയ്ത് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രപഞ്ചത്തെ അമ്മ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ പോലും ദേവി ഭഗവതി ഹി സ, ആ പ്രകാശസ്വരൂപിണിയായ ഭഗവതി, ഭഗകൾ ഉള്ളവൾ ഭഗവതി. 6 ഗുണങ്ങളാണ് ഭഗ, അതായത് ജ്ഞാനം, വൈരാഗ്യം, ശ്രീ, യശസ്, കീർത്തി എന്ന് പറയുന്ന 6 ഗുണങ്ങളുണ്ട്. ആ 6 ഗുണങ്ങളും ആർക്കുണ്ടോ അവൾ ഭഗവതി. ആ 6 ഗുണങ്ങളും ആരിൽ നിന്ന് ഉദ്ഭവിച്ചുവോ അവൾ ഭഗവതി. അപ്പൊ ഭഗവതിയായിരിക്കുന്ന, ദേവിയായിരിക്കുന്ന അവൾ ജ്ഞാനികളുടെ മനസ്സിനെ പോലും അപഹരിക്കുന്നു. ബലാദ് ആകൃഷ്യ, വളരെ ബലത്തോടുകൂടി ആകൃഷ്യ, ആകർഷിച്ചിട്ട് മോഹായ, മോഹത്തിനായിക്കൊണ്ട് മഹാമായ പ്രയച്ഛതി, മഹാമായ മനസ്സിനെ മോഹത്തിനായിക്കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്നു. അതായത് മോഹത്തിലേക്ക് നയിക്കുന്നു, മോഹിപ്പിക്കുന്നു. അമ്മയുടെ സ്വരൂപം മഹാമായ എന്ന ഭാവത്തിലാണ് നമ്മൾ ഏറ്റവും എളുപ്പം ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ മന്ത്രം ആ മഹാമായയെ തന്നെ സൂചിപ്പിക്കുന്നത്. ദേവി എന്നും ഭഗവതി എന്നും വിളിക്കുന്നത് ആ മഹാമായയാണ്.
ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ. ഇവിടെ ഒന്നേ ഉള്ളൂ, പക്ഷെ പലതിനെ നമ്മൾ കാണുന്നു. അപ്പൊ ആ പലതിനെയാണ് മായ എന്ന് വിളിക്കുന്നത്. ആ മായാ ഭഗവതിയാണ് ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായിട്ട് ആകർഷിച്ചിട്ട് മോഹത്തിലേക്ക് നയിക്കുന്നത്. അതായത് ജ്ഞാനികളെ പോലും മോഹിക്കാനുള്ള ശക്തി ആ മഹാമായയ്ക്കുണ്ട്. ജ്ഞാനികളെ പോലും മോഹിപ്പിക്കുമെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരെയും മോഹിപ്പിക്കുന്നവളാണ് മഹാമായ. അപ്പൊ ആ മഹാമായയുടെ കൃപ ലഭിച്ചാൽ മാത്രമേ ഈ മോഹത്തിൽ നിന്നും മോചനം നമുക്കുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ സപ്തശ്ലോകി ജപിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നു, നമുക്ക് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്. കാരണം ആഗ്രഹങ്ങളൊക്കെ വാസ്തവത്തിൽ മോഹങ്ങൾ തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് ജനിക്കുന്നതാണ്. ഞാൻ അപൂർണനാണെന്ന് തോന്നിക്കൊണ്ട് നമ്മൾ നടത്തുന്നതാണ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ പൂർണ്ണസ്വരൂപന്മാർ തന്നെയാണ്. അപ്പൊ നമ്മളെ മോഹിപ്പിക്കുന്നവളാണ് അമ്മ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി നിൽക്കുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം അതീതമായ ഒരു ഭാവം നമുക്കുണ്ടെന്നുള്ള ബോധം ആ അമ്മ പ്രദാനം ചെയ്യും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ലബ്ധിയും കൂടി ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഭുക്തി മാത്രമല്ല, മുക്തിയും ലഭിക്കും. ഇതാണ് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. രണ്ടാമത്തെ മന്ത്രം. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയഹാരിണി കാ ത്വദന്യ സർവോപകാരകരണായ സദാർദ്ര ചിത്ത. ദുർഗെ, അമ്മയെ വിളിക്കുകയാണ്. അല്ലയോ ദുർഗാ ഭഗവതി, അപ്രാപ്യമായവളെ. കാരണം അതിസൂക്ഷ്മ സ്വരൂപിണിയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രാപിക്കാൻ പറ്റുന്നവളല്ല. അങ്ങനെ ഇരിക്കുന്ന പരാശക്തി സ്മൃത ഹരസി ഭീതിം അശേഷ ജന്തോ. അശേഷ ജന്തോ, സകലമാണ് ജന്തുക്കളുടെയും. ജന്തു എന്ന ശബ്ദം കൊണ്ട് ജനിച്ചവരെ സൂചിപ്പിക്കുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഈ പദത്തിൽ പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ ജന്തുക്കളുടെയും ഭീതിം, ഭയത്തെ, ഹരസി, ഹരിക്കുന്നു. എങ്ങനെ? സ്മൃത, അമ്മയെ ഒന്ന് സ്മരിച്ചാൽ ആ സ്മരിച്ച വ്യക്തിയുടെ എല്ലാ ഭയവും പരിപൂർണമായി ഇല്ലാതെയാകും. അത്രയും ശക്തിയുള്ളവളാണ് അമ്മ. അപ്പൊ അമ്മയെ ഒന്ന് സ്മരിച്ചാൽ മതി. ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട, വെറുതെ അമ്മയെ ഒന്ന് സ്മരിച്ചാൽ മതി. എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയാണെങ്കിലോ? ഭയമുണ്ടായിരുന്നു, അമ്മയെ സ്മരിച്ചു, ആ ഭയത്തിനുള്ള കാരണത്തെ അമ്മ ഇല്ലാതെയാക്കി, ഭയത്തെ ഇല്ലാതെയാക്കി, ഇപ്പോൾ സ്വസ്ഥമാണ്. അങ്ങനെ സ്വസ്ഥമായിരിക്കുന്ന ആൾ അമ്മയെ സ്മരിച്ചാലോ? അത് പറയുന്നു സ്വസ്ഥൈ സ്മൃത. സ്വസ്ഥനായിരിക്കുന്ന ആള് സ്മരിച്ചാൽ മതിം അതീവ ശുഭാം ദദാസി. ശുഭമായ മതിയെ അവന് അമ്മ നൽകുന്നു. മതി എന്നാൽ ബുദ്ധി. ശുഭമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല തെളിമയുള്ള ബുദ്ധി. മനസ്സിനെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ശക്തിവിശേഷമാണ് ബുദ്ധി. അത് വാസ്തവത്തിൽ മനസ്സിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്. ഒരു സാരഥിയെ പോലെയാണ് അതിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് മനസ്സിനോട് ഒട്ടി 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 പ്രവർത്തിച്ചുകൊണ്ട് അത് മനസ്സുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് ബഹുഭൂരിഭാഗം ആൾക്കാർക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സ് എങ്ങോട്ട് പോകുന്നുവോ ബുദ്ധി അതിൻ്റെ പിന്നാലെ അനുസരണയോടെ പോകും. യജമാനനാണ്, പക്ഷെ അടിമയെ പോലെ പെരുമാറും. അപ്പോൾ ഒരു വ്യക്തി ഭയമെല്ലാം തുറന്ന്, കാരണം മനസ്സ് വളരെ ചഞ്ചലമാണെങ്കിൽ ബുദ്ധിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എളുപ്പമല്ല. അപ്പൊ ആദ്യം മനസ്സിനെ ശാന്തമാക്കണം. അതുകൊണ്ടാണ് എല്ലാ ഭീതിയെയും ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞത്. അമ്മയെ സ്മരിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാകും. അതിനൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഭയമുണ്ടാവും, ഇതൊക്കെ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ശാന്തമാകും. അത് ശാന്തമായി കഴിഞ്ഞാൽ ബുദ്ധിക്ക് തെളിമ ലഭിക്കും. ബുദ്ധി നിസ്സംഗതയെ പ്രാപിക്കും. അത് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയും. ഇതും അമ്മയുടെ സ്മരണ കൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാം. വേറെ ക്രിയ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൂജ പോലും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വെറുതെ സ്മരിച്ചാൽ മതി. അകത്ത് അമ്മയെ സ്മരിച്ചാൽ മതി. കാരണം അമ്മ അകത്ത് തന്നെയാണ് വസിക്കുന്നത്. അപ്പൊ സ്വസ്ഥൈ സ്മൃത മതിം അതീവ ശുഭാം ദദാസി. അതീവ ശുഭമായ ബുദ്ധിയെ അമ്മ പ്രദാനം ചെയ്യുന്നു. ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാ ത്വദന്യ. ചോദിക്കുകയാണ്, ത്വദന്യ, നിന്നിൽ നിന്ന് അന്യമായിട്ട് കാ, ഏതൊരുത്തിയാണ് ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി. ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഭയത്തെയും ഹരിക്കുന്നവൾ നിന്നിൽ നിന്ന് അന്യമായിട്ട് ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ നിന്നിൽ നിന്ന് അന്യമായിട്ട് ആരുമില്ല എന്നർത്ഥം.
അതായത് ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഭയത്തെയും ഹരിക്കുന്നവൾ നീ തന്നെയാകുന്നു. ഇത് 3 പദങ്ങളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒറ്റ പദമായിട്ടും എടുക്കാം. അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖവും ഭയവും എന്നർത്ഥം വന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം നിവർത്തിച്ചു കിട്ടിയാൽ, ആ ദാരിദ്ര്യം തൽക്കാലത്തേക്ക് ഇല്ലാതെ ആയാൽ ഭാവിയിൽ ആ ദാരിദ്ര്യം ഉണ്ടാകുമോ, ആ ദുഃഖം വരുമോ എന്ന ഭയവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യ ദുഃഖ ഭയം ഇത് പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നു. ഉള്ള ദാരിദ്ര്യത്തെ തീർക്കുകയും ഭാവിയിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന ഉറപ്പും ഭക്തന് ലഭിക്കും. പിന്നെ അവന് ഭയമില്ല. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വതന്യ, നീ തന്നെയാണ് ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി. സർവോപകാരകരണായ സദാർദ്ര ചിത്ത, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? സർവോപകാരകരണായ സദാർദ്ര ചിത്ത, എല്ലാവരെയും എല്ലാ പ്രകാരത്തിലും ഉപകാരം ചെയ്യണമെന്ന ഭാവത്തോടെ ഇരിക്കുന്ന സദാ ആർദ്ര ചിത്തയാണ് നീ. ആർദ്രം എന്നാൽ ഇവിടെ ദയ കൊണ്ട് നനഞ്ഞത്, കരുണ കൊണ്ട് നിറഞ്ഞത് എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പൊ കരുണാപൂരിതമായ ചിത്തമാണ് നിനക്കുള്ളത്. നിന്റെ മനസ്സിൽ കരുണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എല്ലാവർക്കും ഉപകാരത്തെ ചെയ്യാനായിട്ട് സജ്ജയായിരിക്കുന്നവളാണ്. നിന്റെ ഉപകാരം എങ്ങനെയാണ് ലഭിക്കുന്നത്? അകത്തുള്ള ഭയമില്ലാതെയാകും, ബുദ്ധിക്ക് തെളിമ ലഭിക്കും, ദാരിദ്ര്യ ദുഃഖ ഭയവും ഇല്ലാതെയാകും. ഇങ്ങനെ നിന്റെ അനുഗ്രഹം ലഭിക്കും. അത്രയും കരുണ നിനക്ക് ഞങ്ങളോടുണ്ടെന്ന് 2ാമത്തെ മന്ത്രത്തിൽ പറയും. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വതന്യ സർവോപകാരകരണായ സദാർദ്ര ചിത്ത. അടുത്തത് 3ാമത്തെ മന്ത്രമാണ്. സർവമംഗലമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാമായ സ്വരൂപിണിയാണ് അമ്മ എന്ന് പറഞ്ഞു. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവളാണ്, ആൾക്കാരെ മോഹിപ്പിക്കുന്നവളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലാ ആഗ്രഹങ്ങളെയും ജനിപ്പിക്കുന്നത് അമ്മയാണ്. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദുഃഖവും ഭയവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആഗ്രഹങ്ങളെ ജനിപ്പിക്കുക മാത്രമല്ല, ആ ഭയത്തെയും ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്നതും നീ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ കാരണമായ മോഹത്തെ ഇല്ലാതെയാക്കുന്നതും നീ തന്നെയാണ്. ഇങ്ങനെ അമ്മയുടെ മഹിമയെ പറഞ്ഞ് ഇനി അമ്മയ്ക്ക് നമസ്കാരത്തെ അർപ്പിക്കുകയാണ്. സർവമംഗല മാംഗല്യേ, എല്ലാ മംഗളത്തെയും പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിണിയായവളെ, അഥവാ എല്ലാ മംഗളത്തിൻ്റെയും ഉറവിടമായിരിക്കുന്നവളെ, അതാണ് സർവമംഗല മാംഗല്യേ. ശിവേ, ശിവസ്വരൂപിണിയാണ് നീ. ശിവം എന്നാൽ മംഗളം എന്ന് തന്നെ, ശുഭം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ശുഭസ്വരൂപിണിയാണ്. ശിവമെന്ന് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നുവോ അതിൻ്റെ സത്തയായി നിൽക്കുന്നത് നീ തന്നെയാണ്. അപ്പൊ ലോകത്തിൽ നമ്മൾ മംഗളമായി കാണുന്നതിൻ്റെ എല്ലാം സത്ത നീ തന്നെയാണ്. അതുകൊണ്ട് ശിവയാണ്. ശിവനും ശക്തിയും ഒന്ന് തന്നെ എന്ന രഹസ്യവും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സർവമംഗല മാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കേ, എല്ലാ അർത്ഥങ്ങളെയും സാധിപ്പിച്ച് തരുന്നവളാണ് നീ. അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷാർത്ഥം, ചതുർവിധ പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള വാസനകൾക്കനുസരിച്ച് നമ്മുടെ ധർമ്മം, അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമ്മൾ അർത്ഥത്തെ സമ്പാദിക്കുന്നു, ധനത്തെ സമ്പാദിക്കുന്നു, അതർത്ഥം. ആ സമ്പാദനത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്നു, അത് കാമം. അതിലൂടെ ആഗ്രഹങ്ങളിൽ നിന്നുമുള്ള മോചനം നേടി നമ്മൾ സ്വതന്ത്രരാകുന്നു, അത് മോക്ഷം. അപ്പൊ ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നടത്തി തരുന്നത് അമ്മയാണ്. ഇപ്പൊ നേരത്തെ മഹാമായയാണെന്ന് പറഞ്ഞു, മോഹിപ്പിക്കുന്നത് അമ്മയാണ്, ആ മോഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നതും അമ്മ തന്നെയാണ്. ശരണ്യേ, ശരണം ഗ്രഹിക്കാൻ ഏറ്റവും യോഗ്യയായിട്ടുള്ളവൾ നീയാണ്. അതായത് അമ്മയെ എല്ലാവരും ശരണം പ്രാപിക്കണം. കാരണം അമ്മ ശരണം തന്നാൽ അത് പരിപൂർണമായ ശരണമായിരിക്കും. പിന്നെ മറ്റൊരാശ്രയത്തിന്റെ ആവശ്യം നമുക്ക് വരില്ല, പൂർണ്ണ സംരക്ഷണം ലഭിക്കും. അതുകൊണ്ട് ശരണ്യയാണ് അമ്മ. അപ്പൊ ശരണ്യേ എന്ന് വിളിക്കുന്നു, ഒക്കെ സംബോധനയാണ്. ത്രംബകേ, 3 കണ്ണുള്ളവളെ. ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലങ്ങളെയും കാണുന്നവളായതുകൊണ്ട് 3 കണ്ണുള്ളവളാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 തലങ്ങളെയും അറിയുന്ന ബോധസ്വരൂപിണിയായതുകൊണ്ടും 3 കണ്ണുള്ളവളാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന 3 ഭാവത്തിൽ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ലോകത്തിന്റെ കണ്ണായിട്ട് വർത്തിക്കുന്നവൾ, അതുകൊണ്ടും 3 കണ്ണുള്ളവളാണ്.
മഹാദേവനെ പോലെ തന്നെ ശിവൻ തന്നെയാണല്ലോ, അതുകൊണ്ടും 3 കണ്ണുള്ളവളാണ്. അപ്പോൾ ശരണ്യേ ത്രയംബകേ ഗൗരി. ഗൗരി എന്നാൽ വെളുത്തവൾ, വെളുവെളുത്തവളാണ് അമ്മ. മഞ്ഞിന്റെ വെളുപ്പാണ്, കാരണം പരിശുദ്ധയാണ്. ശിവേ എന്ന് വിളിച്ചത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന പ്രയോഗമാണ് ഗൗരി. കലർപ്പില്ല, അമ്മ പരിശുദ്ധയാണ്. കാരണം ഏക വസ്തുവാണ്, രണ്ടുണ്ടെങ്കിലേ കലർപ്പുള്ളൂ. ഇപ്പൊ ജലത്തിൽ പഞ്ചസാര ചേർത്താൽ അത് മിശ്രിതമായി, ഇവിടെ കലർപ്പ് വന്നു. പക്ഷെ ജലം മാത്രമാണെങ്കിൽ അത് ശുദ്ധമാണ്. അമ്മ ഏക വസ്തുവാണ്, അമ്മയിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് കലർപ്പ് സംഭവിക്കുന്നില്ല, പരിശുദ്ധയാണെന്ന് സൂചിപ്പിക്കാൻ ഗൗരി എന്ന് വിളിച്ചിരിക്കുന്നു. നാരായണി, നരന്മാരുടെ ഏകാശ്രയമായിരിക്കുന്നവളെ, നാരത്തിൽ വസിക്കുന്നവളെ. നാരം എന്നാൽ ജലം, ജലത്തിൽ വസിക്കുന്നവളെ നാരായണി. നാരം എന്നതിന് ആത്മജ്ഞാനം എന്ന അർത്ഥം വരും. അപ്പൊ ആത്മജ്ഞാനത്തിൽ വസിക്കുന്നവളെ, ആത്മജ്ഞാനത്തിന് ആശ്രയമായിരിക്കുന്നവളെ, ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളെ, അറിവിനെ പ്രദാനം ചെയ്യുന്നവളെ എന്നെല്ലാം അർത്ഥത്തിൽ നാരായണി നമോസ്തുതേ. തേ നമഃ അസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് 3ാമത്തെ മന്ത്രം. സർവമംഗലമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അടുത്തത് 4ാമത്തെ മന്ത്രമാണ്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ, ശരണാഗതരായിട്ടുള്ളവർ, ശരണം നേടിയിട്ടുള്ളവർ. ദീനൻ, ദീനൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ. വാസ്തവത്തിൽ ഇത് രണ്ടും പര്യായ പദങ്ങൾ തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് വേറിട്ടെടുക്കാം. ദീന ശബ്ദം കൊണ്ട് ദരിദ്രനെയും ആർത്ത ശബ്ദം കൊണ്ട് ദുഃഖിതനെയും എടുത്താൽ, അവയെ ചേർത്ത് വായിച്ചാൽ ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ അനുഭവിക്കുന്ന വ്യക്തികൾ നിന്നെ ശരണം പ്രാപിച്ചാൽ അവരുടെ പരിത്രാണപരായണേ, അവരുടെ സംരക്ഷണത്തിൽ വളരെയധികം ഉത്സാഹമുള്ളവളാണ് നീ. അപ്പോൾ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് ദുഃഖിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ദാരിദ്ര്യവുമുണ്ട്, മറ്റു പല ദുഃഖങ്ങളുമുണ്ട്. ഇപ്പൊ രോഗങ്ങൾ തുടങ്ങിയതൊക്കെ ഒരുപാട് ദുഃഖങ്ങളാണ്. അപ്പൊ അങ്ങനെ പല ദുഃഖങ്ങളാലും പീഡിതനായിട്ടുള്ള ഒരു സാധാരണ ഭക്തൻ അമ്മയെ ശരണം പ്രാപിച്ചാൽ, കാരണം അമ്മയെ ശരണം പ്രാപിക്കുന്നവരെ ശരണ്യെ എന്ന് നേരത്തെ വിളിച്ചു, ശരണം പ്രാപിക്കാൻ യോഗ്യയായവളാണ്. അപ്പൊ അമ്മയെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവരെ രക്ഷിക്കണം എന്ന ഒറ്റ വ്രതത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അത്രയും ഉത്സാഹമാണ് ഭക്തരെ രക്ഷിക്കുന്നത് അമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ട് പരിത്രാണ പരായണയാണ് അമ്മ. അമ്മയ്ക്ക് മറ്റൊരു വിചാരമേ ഇല്ല, തൻ്റെ മക്കളെ എല്ലാവരെയും രക്ഷിക്കണം, തൻ്റെ ഭക്തരെ രക്ഷിക്കണം എന്ന ഒറ്റ വിചാരത്തോടു കൂടി ഇരിക്കുന്നവളാണ്. അതുകൊണ്ട് എല്ലാവരും അമ്മയെ ശരണം പ്രാപിക്കണം എന്ന സൂചനയും ഇവിടെയുണ്ട്. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവരുടെയും ആർത്തിയെ ഹരിക്കുന്നവളാണ്. ആർത്തി എന്നാൽ ദുഃഖം. അപ്പൊ എല്ലാവരുടെയും ദുഃഖത്തെ ഹരിക്കുന്നവളാണ്. ഇന്ന ദുഃഖം എന്നില്ല. നേരത്തെ സ്പെസിഫിക് ആയിട്ട് ദീനാർത്ഥ പരിത്രാണപരായണ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു എല്ലാ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും, അത് ഏത് പ്രകാരത്തിലുള്ള ദുഃഖമാണെങ്കിലും അതിനെ ഹരിക്കുന്നവളാണ്. അപ്പൊ നിങ്ങളുടെ ദുഃഖം ഇന്നതാണ്, അത് അമ്മ പരിഹരിച്ചു തരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സധൈര്യം അമ്മയെ ശരണം നേടുക, ഉറപ്പായും ദുഃഖത്തിൽ നിന്നും നിവൃത്തി ലഭിക്കും. അതുകൊണ്ട് സർവസ്യാർത്തി ഹരേ ദേവി പ്രകാശസ്വരൂപിണി, ആഗ്രഹിച്ചതെല്ലാം ദാനമായി കൊടുക്കുന്നവളെ, നാരായണി നരന്മാർക്ക് ഏകാശ്രയമായിരിക്കുന്നവളെ, അറിവിനെ പ്രദാനം ചെയ്യുന്നവളെ, ജലത്തിൽ വസിക്കുന്നവളെ, മഹാലക്ഷ്മി എന്ന ഭാവത്തിൽ എടുക്കാം. നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് 4ാമത്തെ മന്ത്രം. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. അടുത്തത് 5ാമത്തെ മന്ത്രമാണ്. സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവസ്വരൂപേ, എല്ലാ സ്വരൂപത്തിലും ഇരിക്കുന്നവൻ, അതായത് വിശ്വരൂപേ എന്നർത്ഥം. വിശ്വം തന്നെ രൂപമായിട്ടിരിക്കുന്നവൻ. യഥാർത്ഥത്തിൽ അമ്മ സർവാന്തര്യാമിയാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയാണ്. എല്ലാത്തിൻ്റെയും സാരം അമ്മയായതുകൊണ്ട് എല്ലാം അമ്മയാണ്. അപ്പൊ എല്ലാ രൂപവും അമ്മയുടെ രൂപമാണ്. എല്ലാവരുടെയും സ്വരൂപം അമ്മ തന്നെയാണ്. അപ്പൊ സർവാന്തര്യാമിയാണെന്നുള്ള അർത്ഥവും വന്നു. സർവസ്വരൂപേ
സർവേഷേ എല്ലാവരുടെയും ഈശയാണ് അമ്മ. എല്ലാവരെയും ഭരിക്കുന്നത് അമ്മയാണ്. എല്ലാവരുടെയും സ്വരൂപവുമാണ്, അവരെ ഭരിക്കുന്നവളുമാണ്. സർവശക്തി സമന്വിതേ എല്ലാ ശക്തികളോടും ഒത്തവളാണ്. ഇപ്പൊ നേരത്തെ കൃതിയുടെ ദേവതകളെ കുറിച്ച് പറയുമ്പോൾ മഹാകാലി എന്നും മഹാലക്ഷ്മി എന്നും മഹാസരസ്വതി എന്നും എടുത്തു പറഞ്ഞു. ഇതൊക്കെ ശക്തികളാണ്. ഇങ്ങനെ ഒട്ടനവധി ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ കാണാം. ഈ ശക്തികളുടെ മുഴുവൻ ഉറവിടം അമ്മയാണ്. ഈ എല്ലാ ശക്തികളും അമ്മയിലാണ് വസിക്കുന്നത്, അമ്മയിൽ നിന്നാണ് വരുന്നത്, അമ്മയുടെ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാം അമ്മ തന്നെയാണ്. അതുകൊണ്ട് സർവശക്തി സമന്വിതേ. മഹാത്മ്യത്തിലെ കഥകൾ നമ്മൾ അമ്മ ഈ പല ഭാവം സ്വീകരിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സർവശക്തി സമന്വിതേ സാമാന്യമായ അർത്ഥത്തിൽ എടുത്താൽ എല്ലാ ശക്തിയും ഉള്ളവൾ, അതായത് എന്തും ചെയ്യാൻ സമർത്ഥയാണെന്നുള്ള അർത്ഥവും വന്നു. ഭയേഭ്യസ്ത്രാഹിനോ ദേവി. ഭയേഭ്യ ഭയത്തിൽ നിന്നും നഹ ഞങ്ങളെ ത്രാഹി രക്ഷിച്ചാലും അല്ലയോ ദേവി പ്രകാശസ്വരൂപിണി. പലതരത്തിലുള്ള ഭയങ്ങൾ ഞങ്ങൾക്കുണ്ട്. ദ്വൈതമുണ്ടെങ്കിലേ ഭയമുണ്ട്. ഞങ്ങൾ രണ്ടിനെ കാണുന്നു. ഞാനും എന്നിൽ നിന്ന് അന്യമായ പ്രപഞ്ചവും എന്ന മായയിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് മോഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ ഭയവും ഉണ്ടാവുന്നത്. അതിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലുമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദുർഗേ സർവാന്തര്യാമിനി അപ്രാപ്യമായവളെ ദേവി നമോസ്തുതേ, നിനക്കു നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് അഞ്ചാമത്തെ മന്ത്രം. സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. അടുത്തത് ആറാമത്തെ മന്ത്രമാണ്. രോഗാനശേഷാൻ അപഹംസി തുഷ്ടാ രുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാനാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. രോഗാൻ അശേഷാൻ. അശേഷാൻ എന്ന് പറഞ്ഞാൽ സർവം. രോഗാൻ എല്ലാ രോഗങ്ങളെയും അപഹംസി തുഷ്ട. അപഹംസി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു. എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്നു. എപ്പോൾ? തുഷ്ട അമ്മ സന്തോഷിച്ചാൽ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമുണ്ടായാൽ അമ്മ നമ്മുടെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കും, പരിപൂർണമായി ഇല്ലാതെയാക്കും. എന്നാൽ രുഷ്ട അമ്മയ്ക്ക് ദേഷ്യമുണ്ടായാലോ അമ്മയ്ക്ക് ക്രോധം ജനിച്ചാലോ രുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ അപഹംസി. നേരത്തെയുള്ള ക്രിയാപദം ചേർക്കണം അവിടെ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമുണ്ടായാൽ എല്ലാ രോഗങ്ങളെയും അമ്മ ഇല്ലാതെയാക്കും. അമ്മയ്ക്ക് ദേഷ്യമുണ്ടായാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ അഭീഷ്ടങ്ങളെയും അമ്മ ഇല്ലാതെയാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖത്തെ നൽകുന്നതും ദുഃഖത്തെ നൽകുന്നതും വാസ്തവത്തിൽ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി തന്നെയാണ്. അത് അമ്മയുടെ സ്വരൂപമാണ്. അപ്പൊ ഇവിടെ എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. ഇപ്പൊ ജ്ഞാനിനാമപി ചേതാംസി എന്ന് നേരത്തെ പറഞ്ഞു. അവരുടെ മനസ്സിനെ പോലും ഭയാദാകൃഷ്യ വളരെ വളരെ ശക്തിയോടുകൂടി പിടിച്ച് ആകർഷിച്ചിട്ട് മോഹത്തിലേക്ക് കൊണ്ടുപോയി നയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മോഹിപ്പിക്കുന്നതും അവളാണ്, മോഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നതും അവളാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ രണ്ട് ഭാവത്തെയും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം അമ്മയുടെ സന്തോഷവും ദേഷ്യവും എന്ന് പറയുന്നത് നമ്മുടെ തലത്തിലുള്ളതല്ല. ധർമ്മമാണ് അമ്മയ്ക്ക് മുഖ്യം. ധർമ്മമുണ്ടെങ്കിൽ അമ്മ സന്തോഷിക്കുന്നു, ധർമ്മമില്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടുന്നു. കാരണം ധർമ്മത്തെ പാലിക്കാനും അധർമ്മത്തെ ഇല്ലാതെയാക്കാനുമാണ് അമ്മ സദാ പ്രവർത്തിക്കുന്നത്. അപ്പൊ അധർമ്മം ഉണ്ടെങ്കിൽ, നമ്മൾ അധർമ്മം പ്രവർത്തിച്ചാൽ അമ്മയ്ക്ക് ദേഷ്യമുണ്ടാവും, നമ്മൾ ധർമ്മം പ്രവർത്തിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമുണ്ടാവും. അപ്പൊ ധർമ്മത്തിന് ധാർമ്മികമായ ഫലവും അധർമ്മത്തിന് അധാർമികമായ ഫലവും അമ്മ നൽകും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാവുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് നേടാൻ പറ്റുന്നില്ല, നേടിയതൊക്കെ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അവസരമാണെങ്കിൽ അമ്മ രുഷ്ടയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അമ്മയ്ക്ക് ദേഷ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, നമ്മുടെ കർമ്മം ശുദ്ധമല്ല എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തി ആ അമ്മയെ തന്നെ ശരണം പ്രാപിച്ച് ശരിയായ വഴി കാണിച്ചു തന്നാലും എന്നെ പരിശുദ്ധമാക്കിയാലും എന്ന് പ്രാർത്ഥിച്ചാൽ ശരണാഗത വത്സലയാണമ്മ, ശരണ്യയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ശരണം തരും. അമ്മയ്ക്ക് സന്തോഷമുണ്ടാവും. സന്തോഷമുണ്ടായാൽ നമ്മുടെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കും. ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളെ, മറ്റു പ്രശ്നങ്ങളെ ഒക്കെ അമ്മ ഇല്ലാതെയാക്കും. ഇത് ഈ രണ്ട് വരിയിൽ നിന്നും ഗ്രഹിക്കണം. ത്വാം ആശ്രിതാനാം ന വിപന്നരാനാം. നിന്നെ ആശ്രയിച്ചിട്ടുള്ള നരന്മാർക്ക് ന വിപത്ത്, അവർക്ക് വിപത്ത് ഉണ്ടാവുകയില്ല. വിപത്ത് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളാണ്. അപ്പോൾ നരാനാം ആശ്രിതാനാം ത്വാം,
അതായത് നിന്നെ ആശ്രയിച്ചിട്ടുള്ള നരന്മാർക്ക് ഒരു കാലത്തും ദുരിതം ഉണ്ടാവുകയില്ല. അപ്പൊ നേരത്തെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നശിക്കുന്നു, അതൊരു തരം ദുരിതമാണ്. അത് അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ അതിനുള്ള പരിഹാരമാണ് ഇവിടെ പറയുന്നത്. നിന്നെ ആശ്രയിച്ചാൽ മതി, നിന്നെ ആശ്രയിച്ചാൽ ആ നരന്മാർക്ക് പിന്നെ ഒരു വിപത്തും ഒരു കാലത്തും ഉണ്ടാവുകയില്ല, അത് ഉറപ്പാണ്. അമ്മ തന്നെ എടുത്തു പറയുന്ന മന്ത്രമായതുകൊണ്ട് അത്രയും അതിന് ശക്തിയുണ്ട്. അപ്പൊ ത്വാം ആശ്രിതാനാം ന വിപന്നരാനാം ത്വാം ആശ്രിത ഹി ആശ്രയതാം പ്രയാന്തി. നിന്നെ ആശ്രയിച്ചിട്ടുള്ളവർ, ത്വാം ആശ്രിത, അവർ ഹി ആശ്രയതാം, ഹി എന്നത് ഉറപ്പിക്കുകയാണ്, അവർ ആശ്രയതാം പ്രയാന്തി, മറ്റുള്ളവർക്ക് ആശ്രയത്തെ പ്രദാനം ചെയ്യുന്നു. നിന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ദുരിതവും ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, അവർ മറ്റുള്ളവർക്ക് ആശ്രയത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് ലോകത്തിൽ ഇത്ര മഹാപുരുഷന്മാരെ കാണാൻ പറ്റും. വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നു, അവർക്ക് എല്ലാ സമൃദ്ധിയുമുണ്ട്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് സംരക്ഷണത്തെ നൽകാൻ സാധിക്കും. ആ മാഹാത്മ്യം അവർക്ക് ലഭിക്കുന്നത് അമ്മയുടെ കൃപ കൊണ്ടാണ്. കാരണം അവർ അമ്മയെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അമ്മയെ ആശ്രയിച്ചാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും നീങ്ങും. നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു ആപത്ത് വരികയുമില്ല. മാത്രവുമല്ല, മറ്റുള്ളവർക്ക്, ദുഃഖിക്കുന്നവർക്ക് ആശ്രയം നൽകാനുള്ള പ്രാപ്തിയും നമുക്ക് ലഭിക്കും. നല്ല സമ്പത്തുണ്ടാവും, നല്ല അറിവുണ്ടാവും, നല്ല ബലമുണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലോ മറ്റുള്ളവർക്ക് ആശ്രയം നൽകുന്നത്. അപ്പൊ അതിനുള്ള പ്രാപ്തിയും നമുക്ക് ലഭിക്കും. അത്രയും ശക്തി അമ്മയ്ക്കുണ്ട്. ഇതാണ് 6ാമത്തെ മന്ത്രം. രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാനാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. അടുത്തത് 7ാമത്തെ അവസാനത്തെ മന്ത്രമാണ് സപ്തശ്ലോകിയിലെ. സർവാബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം. സർവബാധാ പ്രശമനം, നമ്മളെ ബാധിക്കുന്നതെല്ലാം ബാധകളാണ്. പലതരം പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ബാധകളാണ്, രോഗങ്ങൾ ബാധകളാണ്. ഇങ്ങനെയുള്ള എല്ലാ ബാധകളെയും ശമിപ്പിക്കുന്നവളാണ് നീ. അതായത് ത്വയാ കാര്യം, അമ്മയാൽ ചെയ്യപ്പെടേണ്ട കാര്യം ഏവമേവ, ഇതുമാത്രമാണ്. ഇപ്രകാരം ചെയ്തതുപോലെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അമ്മയോട് പറയാണ്. ആ കാര്യം എന്നതിന് വിശേഷണം നൽകുകയാണ് സർവബാധാ പ്രശമനം. എല്ലാ ബാധയെയും ഇല്ലാതെയാക്കുന്ന കാര്യം നീ ചെയ്യണം. അതായത് എല്ലാ ബാധയെയും ഇല്ലാതെയാക്കണം. അമ്മയെ വിളിക്കുകയാണ് അടുത്തത്. ത്രൈലോക്യസ്യ അഖിലേശ്വരി, 3 ലോകത്തിൻ്റെയും സമസ്തമായ ഭരണം നടത്തുന്നവൾ നീയാണ്. നിന്നോട് എന്തുകൊണ്ടാണ് ഇത് അർത്ഥിക്കുന്നത്? കാരണം നീയാണ് ഇതിന് ശക്ത. അമ്മ 3 ലോകത്തെയും പരിപൂർണമായി ഭരിക്കുന്നവളാണ്, ഏകേശ്വരിയാണ്. അമ്മയിൽ നിന്ന് അന്യമായിട്ടൊരു ഈശ്വരിയില്ല. അപ്പൊ അമ്മയാണ് അവസാനത്തെ വാക്ക്. അതുകൊണ്ട് ത്രൈലോക്യസ്യാഖിലേശ്വരി, 3 ലോകത്തിൻ്റെയും അഖിലേശ്വരി ആയിട്ടിരിക്കുന്നവളാണ് നീ. ആ നിന്നോട് ഞാൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം. ഏവമേവ, ഇപ്രകാരം തന്നെ. അതായത് ഇതുവരെ നീ ചെയ്തു, ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഞാൻ കണ്ടു, നിന്റെ രക്ഷണം ഞാൻ കണ്ടു. അത് ഇനിയും തുടരണമെന്ന് പറയുകയാണ്. പക്ഷെ അതിനൊന്ന് വിശേഷിപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ബാധയെയും ശമിപ്പിക്കുക. ഏവമേവ ത്വയാ കാര്യം അസ്മദ് വൈരി വിനാശനം, അതുപോലെ എൻ്റെ വൈരികളുടെ വിനാശനത്തെയും ചെയ്യുക. വൈരികളും ഒരു തരം ബാധയാണ്. അപ്പോൾ സർവബാധാ പ്രശമനം എന്ന പദത്തിൽ നിന്ന് തന്നെ ഇത് ലഭിച്ചു. പക്ഷെ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, എൻ്റെ ശത്രുക്കളെ എല്ലാം ഇല്ലാതെയാക്കുക. എനിക്ക് അഹിതത്തെ ചെയ്യുന്നവരാണ് എൻ്റെ ശത്രുക്കൾ. ഈ ശത്രുക്കൾ അകത്തുമുണ്ടാവാം, പുറത്തുമുണ്ടാവാം. പുറത്തുള്ള ശത്രുക്കളുടെ ഉപദ്രവം പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അകത്തുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നാൽ അമ്മ രണ്ടും കാണുന്നു. അപ്പൊ എൻ്റെ വൈരിയെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള ശത്രുക്കളെ ഇല്ലാതെയാക്കുക, പുറത്തുള്ള ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഇല്ലാതെയാക്കുക. ചിലപ്പോൾ അവരുടെ ശത്രുതയെ ഇല്ലാതെയാക്കിയാൽ മതിയാവും, അത് ചെയ്യും. അതല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന തടസ്സങ്ങളെയൊക്കെ നീക്കിത്തരും. ഇല്ലെങ്കിൽ അവരെ തന്നെ ഇല്ലാതെയാക്കും, നമ്മുടെ ജീവിതത്തിൽ നിന്നും അവരെ എടുത്ത് മാറ്റിത്തരും. ഇങ്ങനെയെല്ലാം അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. എത്രയോ തവണ അനുഗ്രഹിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ അമ്മ അങ്ങനെ തന്നെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. അപ്പൊ ശത്രുനാശത്തിനും ബാധാശമനത്തിനും വളരെ പ്രസക്തി നൽകുന്ന മന്ത്രമാണ് ഈ 7ാമത്തെ അവസാനത്തെ മന്ത്രം.
സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം. ഇതി ശ്രീ സപ്തശ്ലോകി ദുർഗാ സമ്പൂർണ. ഓം തത്സത്. അങ്ങനെ ഈ സപ്തശ്ലോകി ദുർഗ എന്ന മന്ത്രം സമ്പൂർണമാകുന്നു. ഇതാണ് സപ്തശ്ലോകി ദുർഗ എന്ന കൃതി. നിത്യവും ജപിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കൃതിയാണ്. കാരണം 7 ശ്ലോകങ്ങളേ ഉള്ളൂ. ലളിതമായ അർത്ഥമാണ് ഇതിലുള്ളത്. അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അമ്മയുടെ മഹിമയെ ഓർത്തുകൊണ്ട് ഭക്തിയോടുകൂടി അമ്മയ്ക്ക് സമർപ്പണമായിട്ട് ജപിച്ചാൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കും. മനസ്സിൽ നിന്നും ഭയം ഇല്ലാതെയാകും, ദുഃഖമില്ലാതെയാകും, ആഗ്രഹങ്ങൾ വളരെ തെളിമയുള്ളതാകും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, വിപരീതമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേടാൻ ബുദ്ധിമുട്ടാണ്, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അപ്പോൾ ആഗ്രഹങ്ങൾക്കൊരു ചിട്ട വരും, അതെല്ലാം നേടിയെടുക്കാനുള്ള സാമർഥ്യം നമുക്ക് ലഭിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച നമുക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കും. നമ്മുടെ രോഗങ്ങളെല്ലാം ഇല്ലാതെയാകും. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലുള്ള രക്ഷണവും ഈ മന്ത്രം, ഈ സ്തോത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നു. 7 ശ്ലോകങ്ങളിലൂടെ ദേവീ മഹാത്മ്യത്തിൻ്റെ മുഴുവൻ ചാരെടുത്തുകൊണ്ട് സാക്ഷാത് മഹാദേവി തന്നെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ആ ശിവശക്തിമാരെ ഒന്ന് പ്രണമിച്ചുകൊണ്ട് ഈ കൃതിയുടെ എളിയ വ്യാഖ്യാനം അവരുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആ പരാശക്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ജപിക്കാനുള്ള പ്രേരണ ആ അമ്മ നമുക്ക് നൽകട്ടെ. അതിലൂടെ ഉയർച്ചയും ആ അമ്മ തന്നെ പ്രദാനം ചെയ്യട്ടെ. കാരണം ജ്ഞാനികളുടെ മനസ്സിനെ പോലും അപഹരിക്കുന്നവളാണ്, മോഹിപ്പിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ആ മോഹത്തിൽ നിന്നുമൊക്കെ തരണം ചെയ്യണമെങ്കിൽ അമ്മയുടെ കൃപ കൂടിയേ തീരും. അപ്പോൾ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരാശക്തിയെ ഒന്നുകൂടി നമിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.